മുൻ ജന്മങ്ങളിൽ നമ്മൾ ആ ആളുമായോ അല്ലെങ്കിൽ ആ സ്ഥലമായോ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ആത്മാവ് ഈ ജന്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ജന്മത്തിൽ കണ്ടുമുട്ടേണ്ട ആളുകൾ, ഇതൊക്കെ മുൻകൂട്ടി തിരഞ്ഞെടുക്കുന്നു. ഫ്രഞ്ച് ഭാഷയിലെ വാക്കാണ് ദേജാവു. ഓൾറെഡി സീൻ, ഇത് ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. നമ്മൾ പുതുതായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഇതിന് മുന്നേ കണ്ടിട്ടില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോഴോ ഇവരെ ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ മുന്നേ എപ്പോഴോ വന്നിട്ടുണ്ട് എന്ന് തോന്നാറില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ഇത് ആദ്യത്തെ അനുഭവമാണെന്ന്. ഈ അനുഭവത്തെയാണ് ദേജാവ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഓർമ്മ പ്രോസസ്സ് ചെയ്യുന്നതിലുള്ള പിഴവ് അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്ന ചെറിയ ലാഗ് എന്നാണ് സയൻസ് ഇതിന് പറയാറ്. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്നവർ ദേജാവിനെ പാസ്റ്റ് ലൈഫ് മെമ്മറീസുമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഒരു പുതിയ സ്ഥലത്തോ സാഹചര്യത്തിലോ എത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ആളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ പരിചിതത്വം മുൻ ജന്മങ്ങളിൽ നമ്മൾ ആ ആളുമായോ അല്ലെങ്കിൽ ആ സ്ഥലമായോ ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ സൂചനയാണെന്നാണ് ഇവർ കരുതുന്നത്. സോൾ കോൺട്രാക്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ആത്മാവ് നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ട ആളുകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ മുൻകൂട്ടി തിരഞ്ഞെടുക്കുന്നു. ലൈഫിൽ ദേജാവു അനുഭവപ്പെടുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത ശരിയാണ്, നമ്മൾ തിരഞ്ഞെടുത്ത മാർഗം കറക്റ്റ് ആണ് എന്ന് യൂണിവേഴ്സ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ വഴിത്തിരിവിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് സാരം. യൂണിവേഴ്സൽ അലൈൻമെന്റ്, അതായത് നിങ്ങളുടെ എനർജിയും യൂണിവേഴ്സിന്റെ എനർജിയും ഒരേ ഫ്രീക്വൻസിയിലായിരിക്കുന്ന സമയം. ഇത്തരം സാഹചര്യങ്ങളിൽ ദേജാവു ഉണ്ടാവും. നമ്മൾ ഈ യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആവുകയും നമ്മുടെ ഇൻഡ്യൂഷൻ ശക്തമാവുകയും ചെയ്യുന്ന സമയം കൂടിയാണിത്. ആസ്ട്രൽ ട്രാവൽ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സോൾ അല്ലെങ്കിൽ ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തിന് പുറത്തു പോയിട്ട് ചില സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടെന്നും സ്വപ്നത്തിലൂടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി കാണാറുണ്ടെന്നും വിശ്വസിക്കുന്നു. പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ മുൻപ് എപ്പോഴോ കണ്ട സ്വപ്നത്തിന്റെ ഓർമ്മ ദേജാവുമായി പുറത്തു വരും. ശാസ്ത്രം ഇതിനെ ബ്രെയിൻ ഗ്ലിച്ച് അല്ലെങ്കിൽ തലച്ചോറിന്റെ കണക്ഷൻ തെറ്റിപ്പോകുന്നതാണ്, ബ്രെയിൻ ലാഗ് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ഈ കാണുന്ന 3D ശരീരമല്ലെന്നും അതിനപ്പുറം ടൈം ട്രാവൽ ചെയ്യാൻ കഴിവുള്ള എനർജി ആണെന്നും ഈ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായിട്ട് നമ്മുടെ സോൾ സിങ്ക് ആവുമ്പോൾ ടൈം ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന മാന്ത്രിക നിമിഷമാണ് ദേജാവു എന്ന് പറയുന്നു. അതായത് സമയത്തിനും കാലത്തിനും അപ്പുറം സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ് നമ്മളെന്ന്. ഇതുപോലുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. സോ പ്ലീസ് കമന്റ് ബിലോ.